158 ജീവനുകൾ നഷ്ടമായ മംഗളൂരു വിമാന അപകടത്തിൽ 8 പേരാണ് രക്ഷപ്പെട്ടത്. അതിൽ 2 മലയാളികളുണ്ടായിരുന്നു. അതിലൊരാൾ കണ്ണൂർ കമ്പിൽ സ്വദേശിയായ മായിൻകുട്ടിയാണ്. അദ്ദേഹം നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ശരിക്കും ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നല്ലേ അന്ന്? അതെ, അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ്. ഞങ്ങൾ 100% മരണം മുന്നിൽ കണ്ടു നിന്ന ആളാണ്. കാരണം മുൻഭാഗത്ത് നിന്ന് ഫുൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുകയൊക്കെ സ്വിച്ച് ഞാൻ മരിക്കുന്ന ധാരണയിൽ തന്നെയാണ് നിന്നത്. പിന്നെ ഒരു അത്ഭുതകരമായ ഒരു രക്ഷപ്പെടുന്ന തന്നെ പറയണം. എങ്ങനെ രക്ഷപ്പെട്ടത്? ശരിക്കും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ റൺവേയിൽ ഇറങ്ങിയ ശേഷം വരെ നമുക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല ഫ്ലൈറ്റ് ലാൻഡിങ് ഒക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫ്ലൈറ്റ് ഭയങ്കര ജർക്കിങ് ഉണ്ടാവുകയും ഞാൻ സൈഡ് വിൻഡോയിലുണ്ടായിനി, സീറ്റ് നമ്പർ 22F. അപ്പോൾ ഞാൻ നേരെ ഇത് കാണുന്നുണ്ട് ഇടിക്കുന്നത്. പിന്നെ കുറേ കഴിഞ്ഞ് ഇടിക്കുന്നത് ചിറകടിച്ചതാണ്. പിന്നെ ഇവർ പൊക്കാൻ നോക്കിയെന്നാണ് പിന്നെ അറിഞ്ഞ റിപ്പോർട്ട് പൈലറ്റ്. പിന്നെ നേരെ കൊക്കയിലേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷമാണ് തീ പിടിക്കുന്ന രംഗമെല്ലാം കാണുന്നതും കരച്ചിലൊക്കെ കേൾക്കുന്നത്. ഭയങ്കര സൗണ്ടിലൊക്കെ എല്ലാവർക്കും അറിയാമെന്ന്. അപ്പോൾ രാവിലെ 6:10 സംഭവം. അപ്പോൾ രാവിലെ പുറത്ത് കൊണ്ട് നോക്കുമ്പോൾ പ്ലേറ്റ് ഫുള്ളായി ഇരുട്ടടിച്ചിട്ടാണത്. പിന്നെ ഒരു ചെറിയ വെളിച്ചം കണ്ടപ്പോൾ ചെറിയ വിടവ് കിട്ടിയപ്പോൾ വെളിച്ചം കണ്ടപ്പോൾ അതിൽ കൂടെ എടുത്ത് ചാടുകയായിരുന്നു. ഞാനും എൻ്റെ കൂടെ ആ സൈഡിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു. അത് 8 പേരും. എൻ്റെ കൂടെ മലയാളി രക്ഷപ്പെട്ട കൃഷ്ണൻ കൂടി ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് റെയിൽവേ ട്രാക്കിൽ എത്തിയാണ്. കാട്ടിലാണ് പോയി വീണത്. കാട്ടിൽ നിന്ന് വിജാനമായ കാട്ടിൽ കൂടി ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് കടന്നിങ്ങനെ പോയാണ് എത്തിയത്. പിന്നീട് എന്താണ് ഇപ്പോൾ നഷ്ടപരിഹാരമൊക്കെ കിട്ടിയോ? എന്താണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനി പറഞ്ഞിരിക്കുന്നത് അന്ന് 75 ലക്ഷം എല്ലാവർക്കും കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പാലിച്ചിട്ടൊന്നുമില്ല എന്നാണ്. കാരണം വെച്ചാൽ അവർ വിലപേശുകയാണ് ചെയ്തത് നമ്മളോട് എല്ലാവരോടും. എനിക്ക് കുറഞ്ഞ സംഖ്യ തന്നിട്ടില്ല പറയുന്നില്ല. വലിയ സംഖ്യ എല്ലാവർക്കും മരിച്ചവർക്ക് തന്നെ 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം പല സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ പിന്നെ മനസ്സിലാക്കിയത് മൗണ്ടൻ കമ്മീഷൻ ഇൻ്റർനാഷണൽ നിയമമാണ്. അത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുമാണ്. പക്ഷെ അത് പ്രകാരം അവർ ആർക്കും കൊടുത്തിട്ടില്ല. ആ പ്രകാരം നല്ലൊരു എമൗണ്ട് എല്ലാവർക്കും ഇൻ്റർനാഷണൽ നിയമം ഇൻഷുറൻസ് ഒക്കെ ഉള്ളതല്ലേ. അത് പ്രകാരം ഇതുവരെ നമുക്ക് നഷ്ടം. ഇപ്പോൾ നമ്മുടെ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്. എനിക്കിപ്പം പ്രത്യേകം പറയാനുള്ളത്, അന്ന് ഇപ്പം 15 വർഷമായിട്ട് നമ്മൾ സുപ്രീം കോടതി കേസ് നടക്കുകയാണ്. നമ്മളെന്ന് വെച്ചാൽ നമ്മളെ മരിച്ചവരാൾക്കാണ്. നമ്മുടെ ജീവനും കിട്ടി. അവർക്ക് മരിച്ചവരുടെ കുടുംബക്കാർ ഇപ്പോഴും സുപ്രീം കോടതിയിലുള്ളത്. ആ ഒരവസ്ഥ ഈ അപകടത്തിലുള്ളവർക്ക് ആകാൻ പാടില്ല. മൗണ്ടൻ കമ്മീഷൻ പ്രകാരം നഷ്ടപരിഹാരം അവർക്കും ഇവർക്കും കൊടുക്കണമെന്നാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയാനുള്ളത്. മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ, അതിനൊടുവിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.